അതെ, സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലേ. പുറേ കാണുന്നതാണ് ഞങ്ങളുടെ ഗേറ്റ് ടവേഴ്സ്. അതിലൊരു ടവറിലാണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഔട്ട്ഡോറിൽ വന്ന് എടുത്തതാണേ. അപ്പം നമുക്ക് സംസാരിക്കാം. അപ്പം കണ്ടില്ലേ ഗേറ്റ് ടവർ പുറകിൽ. അപ്പോൾ കാര്യം പറയാം കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടായിരുന്നു. നമ്മുടെ നവ്യ നായരില്ലേ, നവ്യ നായർ ലണ്ടനിൽ പോയ റീല് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് ആ കുട്ടി ഇങ്ങനെ കുറേ സന്തോഷമായിട്ടാണ്. ഓക്കെ, ഷീസ് 42 ഇയേഴ്സ്. അതിനെന്താ, എനിക്ക് 53 വയസ്സായി. ഞാനും അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഞാനത് റീലിലും ഇതിലൊന്നും ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഐ എം നോട്ട് എൻ ആക്ടർ, അല്ലെങ്കിൽ ഐ എം നോട്ട് എ സെലിബ്രിറ്റി. ഐ എം ജസ്റ്റ് എ സോഷ്യൽ ഒബ്സർവർ അല്ലേ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഡ്രസ്സുകൾ ഞാൻ ഇടാത്തത്. ഇത് റീൽസിലേക്കും പിന്നെ യൂട്യൂബിലും ഷോർട്സിലൊക്കെ. ആ കുട്ടി ഒരു ആക്ടർ അല്ലേ. സോ പണ്ട് ഒരു സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട്, അതായത് ബാലാമണിയായിട്ട് അഭിനയിച്ചു. ഒരു നന്ദനം സിനിമയിലാണല്ലോ നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗേളായിട്ട് അഭിനയിച്ചു എന്ന് കരുതി ആ കുട്ടിക്ക് ജീവിതം പോകെ മാറിയില്ലേ, ലൈഫ് മാറിയില്ലേ. ഷീ ബിക്കേം എ ഗുഡ് ആക്ടർ ആൻഡ് ഷീ ബിക്കേം ആക്ടർ എന്ന് പറഞ്ഞാലും മതി എന്നാണ് കേട്ടോ. ആക്ട്രസ് എന്ന് പറയണം എന്നില്ല. അത് ഞാനിപ്പോൾ ആക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ വിചാരിക്കരുത്, ആണുങ്ങളെയല്ലേ ആക്ടർ എന്ന് പറയാമെന്ന്. അങ്ങനെ ഇല്ല കേട്ടോ. ഡോക്ടറിന് ഡോക്ടർസ് എന്നാണോ പറയണേ? അല്ലെങ്കിൽ ലോയറിന് ലോയറസ് എന്ന് പറയുമോ? ഈ പ്രൊഫഷനൊക്കെ ആക്ച്വലി ഇങ്ങനെ തന്നെ എല്ലാവരും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ലോയറിനെ ലോയർ എന്ന് പറയും, ആക്ടറിന് ആക്ടർ എന്ന് പറയും, പിന്നെ ഡോക്ടറിന് ഡോക്ടർ എന്ന് പറയും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷന് മാത്രം ഇപ്പോൾ ആക്ട്രസ് എന്ന് പറയുന്നത് എന്തിനാണ് അല്ലേ? ഇപ്പോഴത്തെ ആളുകൾ പറയുന്നതാണ്, ഇംഗ്ലീഷ് പ്രൊഫസേഴ്സ് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ നവ്യ നായർ, ഷീ വാസ് വെയറിങ് എ നൈസ് ഡ്രസ്. അതിനെ പറ്റിയിട്ട് കമൻസ് കണ്ടു. അതിൻ്റെ അടിയിൽ എന്തൊക്കെയാ പറയണേ. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ദാരിദ്ര്യം? വിഷയദാരിദ്ര്യം അല്ല അതിന് പറയണേ, ലൈംഗിക ദാരിദ്ര്യം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയില്ലേ, അദ്ദേഹം പറഞ്ഞത് അതാണ്. അദ്ദേഹം ഒത്തിരി രാജ്യങ്ങളിൽ പോയ ആളല്ലേ. ഒത്തിരി രാജ്യങ്ങളിൽ പല സംസ്കാരങ്ങളും കണ്ടിട്ടുണ്ട്, പല ഇടങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു രീതികളൊക്കെ നമുക്കത്ര അറിയില്ലല്ലോ. കാരണം അറിവെന്ന് പറയുന്നത് അധികവും ട്രാവലിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. സോ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹവും നമ്മളുടെ ഇവിടെ വന്ന് പറയുന്നത്. അതിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്, ഈ ആളുകൾക്ക് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂടി വയ്ക്കപ്പെട്ട ഒരു സാധനമാണ്. ഇന്നലെ ഞാൻ എൻ്റെ റീലിൽ പറഞ്ഞായിരുന്നു, സെക്സിനെ പറ്റിയും ഫിനാൻസിനെ പറ്റിയും നമ്മുടെ വീടുകളിൽ ആരും വായ തുറക്കൂല. അപ്പം നമുക്ക് അറിയില്ല ആക്ച്വലി ഇത് കറക്റ്റാണോ, സെക്സ് എന്ന് പറയാമോ എന്ന് പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പതുക്കെ പറയുള്ളൂ, അതൊന്നും പറയത്തില്ല. അങ്ങനെ ഒരു വേർഡ് തന്നെ സാധാരണ ഉള്ള വീടുകളിൽ they won't say, they will not spell it out. ഭയങ്കര ഒരു നാണക്കേടാണ് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിലെ അവിടെ വെല്ലിച്ചനുണ്ടല്ലോ, വെല്ലിച്ചന് 4 പെൺമക്കളാണ്, വാസുദേവൻ വെല്ലിച്ചന്. അപ്പോൾ വെല്ലിച്ചനും എങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേരെല്ലാം വായിച്ച് അറിഞ്ഞിരിക്കണം എന്നാണ്. വെല്ലിച്ചന് പറയാൻ പറ്റാത്ത ടോപ്പിക്സ് വെല്ലിച്ചൻ ബുക്സായിട്ട് വായിക്കുന്നതിൽ കുഴപ്പമില്ല അവർക്ക്. വെല്ലിച്ചനും ചേച്ചിയമ്മയ്ക്കും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കല്യാണം നടന്നപ്പോൾ അവർ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ബുക്ക് എവിടെന്നോ അവരുടെ ബ്രദേഴ്സോ ആരോ കൊണ്ടൊന്ന് കൊടുക്കുകയാണ്, നീ ഇത് വായിക്കുക കേട്ടോ എന്ന്. കാരണം അവർക്കറിയാമല്ലോ ഈ പെൺകുട്ടികളൊക്കെ വീട്ടിലിരുന്ന് BSc ഒക്കെ പഠിച്ചാണ് ആ ചേച്ചി, വീട്ടിൽ ഇരിക്കുന്നതാണ്, അധികം എക്സ്പോഷർ ഇല്ല. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. എന്തായാലും ഡെഫിനറ്റ്ലി ദേ ആർ ലൈക്ക് ഒരു കൂപ്പ മണ്ടൂകം പോലെയാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറാണ് ആ ചേച്ചിയുടെ കല്യാണം ഉറപ്പിക്കുമ്പോൾ, അപ്പോഴാണ് വായിക്കുന്നത്. ഞാൻ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് കല്യാണം കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെല്ലാവർക്കും കൊടുത്തു ആ ചേച്ചി. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇല്ല മോൾട്ടിക്ക് തരില്ല, മോൾട്ടിയുടെ അമ്മ ചീത്ത പറയും.
അമ്മ പറഞ്ഞാൽ എന്നെ വഴക്ക് പറയും, അങ്ങനെയാണ്, ചീത്തയല്ല, വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു എന്തിനാ ചേച്ചി, ഞാനൊന്ന് വായിക്കട്ടെ. അപ്പം 4 പെൺകുട്ടികളുണ്ടല്ലോ, അവരിൽ മൂത്ത 2 പേരും വായിച്ചു. അപ്പോൾ അതിൽ രണ്ടാമത്തെ ചേച്ചിയുടെ അടുത്ത് ഞാൻ പോയി ചോദിക്കുകയാണ്, ചേച്ചി അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ ആ ചേച്ചിക്കും അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചി പറയണ അത് മോൾട്ടേക്ക് മനസ്സിലാവില്ല, അത് പിന്നെ വായിച്ചാൽ മതി, 1 കൊല്ലം കൂടെ കഴിയുമ്പോൾ 18 വയസ്സ് പൂർത്തിയാവുമല്ലോ, അപ്പോൾ തരും വായിക്കാനായിട്ട്. പറഞ്ഞു എനിക്ക് 18 വയസ്സായി, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുന്നുണ്ടല്ലോ, ആ സമയം എനിക്ക് 18 വയസ്സായി, പക്ഷെ തന്നില്ല അവർ. അങ്ങനെ ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു, അവരോട് പിണങ്ങിയൊക്കെ നടന്നു, ഈ ബുക്ക് തരാത്തതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ബുക്കിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ജിജ്ഞാസയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയെ പിടിച്ച് ഇവർ തന്നില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ആ താമസിക്കുന്നതിൻ്റെ എതിർവശത്തെ ഒരു വീട്ടിൽ ഒരു ഇത്ത മനോരമ വരുത്തുണ്ടായിരുന്നു, മലയാള മനോരമ. അതിനകത്ത് നല്ല നോവൽസാണ് കേട്ടോ ഉള്ളത്. അത് പിൽക്കാലത്ത് സിനിമയൊക്കെ ആയി. എൻ്റെ ഉപാസന നിങ്ങൾ വായിച്ച് കാണുമായിരിക്കും എല്ലാവരും, എൻ്റെ പ്രായമുള്ളവരൊക്കെ വായിച്ച് കാണും. എൻ്റെ ഉപാസന എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, മമ്മൂട്ടിയും സുഹാസിനിയൊക്കെ ഉള്ളത്. അതേപോലെ 2-3 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ഇപ്പുറത്തെ ഈ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി വാങ്ങിക്കും. അത് അന്ന് ചന്ദ്രിക ചേച്ചി എന്ന് പറഞ്ഞ് നേരത്തെ കല്യാണം പറഞ്ഞില്ലേ, ആ കല്യാണം കഴിച്ച ആ ചേച്ചിയുടെ മൂത്ത ചേച്ചി പ്രസവിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, 2ാമത്തെ കൊച്ചിന്. അപ്പോൾ ആ ചേച്ചിക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് മോൾട്ടി അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്നേ എന്ന് പറയുമ്പോൾ ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവരും. ആ വാങ്ങിച്ച് കൊണ്ടുവരണം ഇങ്ങനെ അവിടം വരെ ഇങ്ങനെ വായിച്ച് ഡോറി ഇവിടെ തന്നിട്ട് പോക്കോ, അയ്യോ ആശുകുഞ്ഞു വേണ്ട വഴക്ക് പറയും എന്ന് പറയുമായിരുന്നു അവർ. അപ്പം ഞാൻ അതൊരു ടാബുവായിരുന്നു, അങ്ങനത്തെ കഥകൾ വായിക്കാൻ പാടില്ല, അത് കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആണല്ലോ അത്. പിന്നെ ഇതൊക്കെയായിരുന്നു എൻ്റെ വീട്ടിലെ ഒരു ചട്ടങ്ങൾ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ആ ഒരു ചട്ടം ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധ അത്ര അങ്ങോട്ട് മാറിപ്പോവില്ല. അമ്മയ്ക്ക് അതായിരുന്നു ഇരിക്കണം, പഠിക്കുന്ന കാലത്ത് പഠിത്തമായിരിക്കണം ഫോക്കസ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. മറ്റവരൊക്കെ പഠിത്തം കഴിഞ്ഞു, അവർക്ക് കല്യാണപ്രായമായി, അതുകൊണ്ടാണ് അവരത് വായിക്കുന്നത്. എൻ്റെ പഠിത്തം കഴിഞ്ഞിരുന്നെങ്കിൽ അത് വായിക്കുന്നതിൽ അവർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ലായിരിക്കും കേട്ടോ. അത് നോട്ട് ദ പോയിന്റ് ആണ്. സോ ഇങ്ങനെയുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു കേരളം പോലെയുള്ള സ്ഥലത്ത്, ഇന്ത്യയിലും ഉണ്ട് എന്നാലും കേരളം പോലുള്ള സ്ഥലത്ത് ജീവിക്കുന്ന പെൺകുട്ടികളെ അപാത ചൂടം അങ്ങ് വീക്ഷിക്കുകയാണ് ആളുകൾ. താഴത്തുനിന്ന് മുകളിലേക്ക് വരെ ഇങ്ങനെ സ്കാൻ ചെയ്യും നമ്മൾ നടന്നു പോകുമ്പോൾ, അല്ലേ? ഒരു മിനിറ്റ്. സോ എനിക്ക് അവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട്. ഞാൻ പറഞ്ഞു 1 മിനിറ്റ്, ഞാൻ പറഞ്ഞു തീർന്നില്ല എന്ന്. അപ്പോൾ എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടും പഠിച്ചും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ സൊസൈറ്റി എവിടെയൊക്കെ പോയിട്ടുണ്ടാവും അവർ, എന്നിട്ട് ഈ നവ്യ നായരുടെ ഡ്രസ്സിനെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് ശരിയാണോ? എനിക്കതത്ര ശരിയായിട്ട് തോന്നിയില്ല. അവരത്ര വൃത്തികെട്ട ഒരു രീതിയിലൊന്നും ശരീരഭാഗങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഒരു ഡ്രസ്സ്, ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു നൈറ്റി പോലത്തെ ഒരു ഡ്രസ്സ്, അതിനാണ് ഇത്രയും പറഞ്ഞത്. എന്താണല്ലേ ഇങ്ങനെ? ഒന്ന് മാറി ചിന്തിക്കണം അല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. മാറി ചിന്തിക്കേണ്ട സമയമായില്ലേ? ഓക്കെ, നാളെ വരാം കേട്ടോ.